ഇത് നോക്കിയ വല പൊട്ടിച്ചിട്ട് മറക്കയും മയിലയും പറ്റി അങ്ങനെ പല പല വെറൈറ്റി മീനുകളാണ് നമ്മുടെ വലയിൽ കയറിയിരിക്കുന്നത്. രാവിലത്തെ വലയിൽ തന്നെ നമുക്ക് ഒരു പുള്ളിക്ക് ഊളാവ് കിട്ടിയിട്ടാ. അപ്പൊ ആ ഒരു കാഴ്ച ഒന്ന് കണ്ടേച്ചും വരാം. ട്രോൾ നെറ്റ് ഫിഷിങ്ങിൻ്റെ രണ്ടാം ഭാഗം അതും നമ്മുടെ ഡീന ബോട്ടിൽ നമ്മുടെ സേവിയർ സ്ട്രാങ്ങിൻ്റെ പോട്ടാണ്. വൈകുന്നേരത്തെ വല വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന ഒരു ദിവസം നമ്മൾ 4 വലയിടും. 4 സ്പീഡ് വല ഇടുന്നത്. ഈ 4 വല ഒരു ദിവസം വലിച്ച് കയറ്റാൻ നേരത്ത് ബോട്ടിന് എന്തോരം ചിലവ് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞുതരാം. അതായത് നമ്മളിടുന്ന സ്പീഡ് വലയിൽ നിന്ന് പറഞ്ഞിരുന്നല്ല, ഒരു ദിവസം ബോട്ടിൽ 4 വല ഇടുമ്പോൾ 500 to 550 ലിറ്ററോളം ഡീസൽ നമുക്ക് കത്തും. അതെല്ലാ ബോട്ടിലും ഒരേ ടൈപ്പ് കത്തണമെന്നില്ല. ബോട്ടിൻ്റെ വലിപ്പവും എൻജിൻ്റെ HP എല്ലാം ബേസ് ചെയ്തിരിക്കോട്ടത്. നമ്മുടെ ഈ ബോട്ടിൽ നിലവിൽ 500 to 550 ഇടയിൽ കത്തും. അതൊരു ദിവസം 4 സ്പീഡ് വല വലിക്കുമ്പോഴേട്ടാ. 500-550 ഡീസൽ ഒരു ദിവസം കത്താൻ നേരത്ത് നേരെ വരും 55,000 രൂപയോളം ഡീസൽ മാത്രം കേട്ടോ. 10 to 15 പേരൊക്കെ ഉണ്ടാവും ചില ബോട്ടുകളിൽ. അപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയി കഴിഞ്ഞാലും 500 രൂപ ബാറ്റ ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ എല്ലാ ചിലവും കൂടിയും കൂട്ടുമ്പോൾ ഒരു ദിവസത്തെ ചിലവ് മാത്രം 60,000 to 70,000 രൂപ വരെ നമുക്ക് വരോട്ടെ. അപ്പോൾ അതനുസരിച്ചുള്ള മീൻ കടലിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് കടമില്ലാണ്ട് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബോട്ടല്ല കടലിലേക്കാണ് ആയിരക്കണക്കിന് ബോട്ടുകൾ ഉണ്ടാവട്ടെ. നമ്മുടെ കോടൻ്റെ പൊട്ടിച്ചപ്പോൾ കിട്ടിയ മീനാണ്ട് ഈ കാണുന്ന സ്പീഡ് പണിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീനുകൾക്കും ജീവനുണ്ടാവും. നമ്മുടെ ഈ വലയിൽ നിലവിലുള്ള വറ്റ കയറിയിട്ടുണ്ട്, പിന്നെ 3-4 ചൂര കയറിയിട്ടുണ്ട്, പിന്നെ ഈ അർക്ക നെയ്മീൻ്റെ ആ ഒരു ചെറുതില്ലേ അർക്ക എന്ന് പറയും, പിന്നെ കിളിമീൻ കയറിയിട്ടുണ്ട്, സ്ക്വിഡ് ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റി ഉണ്ട് കേട്ടോ. അയില ഒട്ടുമിക്ക മീനുകൾക്കും ജീവനുണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റനെയാണ്. പക്ഷേ അങ്ങനെ കിട്ടിയില്ല. ഈ ചൂര നമുക്ക് അബദ്ധം വെച്ചാൽ കിട്ടണേണ്ട, എപ്പോഴും കിട്ടാറൊന്നുമില്ല. പാറയുടെ മുകളിലും അതുപോലെ കുഴിയിലൊക്കെ ഇട്ടാണ്ട് നമ്മൾ സ്പീഡ് പണി എടുക്കുന്നത്. അതായത് നമ്മുടെ കടലിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പാറകളും മലകളും കുഴികളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കും. ഫ്ലാറ്റായിട്ടായിരിക്കില്ല കിടക്കുന്നത്. ലയൺ ഫിഷ് എന്ന് പറയോട്ടെ, ഓർണമെൻ്റൽ ഫിഷസിൻ്റെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ്. കഴിക്കുമെന്നുള്ളിട്ട് ഇതിനാ അക്വോറിയത്തിലൊക്കെ ഇട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ വേറൊരു ഡേഞ്ചറായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ള് നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ചിലർക്ക് വായൊന്നുരയുമ്പോഴത്തേക്ക് വരും. എല്ലാ മീനുകളും നമുക്ക് കഴിക്കാൻ പറ്റുന്നല്ല കടലിൽ കണ്ട്. അതുമാത്രമല്ല ചില മീനുകൾ നമ്മൾ തിരിയാൻ നേരത്ത് സൂക്ഷിക്കണം. ഇങ്ങനത്തെയൊക്കെ മീനിൻ്റെ മുള്ളും അതുപോലെ ഈ കാരി എന്ന് പറയുന്ന മീനിൻ്റെ മുള്ളൊക്കെ നമ്മുടെ കൈ കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ കട്ടഴപ്പായിരിക്കുള്ളൂ. നേരെ എടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞിട്ടുണ്ട്. വറ്റക്കൂട്ടം കയറി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു ബമ്പറായനേട്ടാ. പാറയമേക്ക് ഇട്ട് വലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രാങ്കുമാർക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ആ ഒരു നിശ്ചിത സ്പീഡിൽ ബോട്ടിനെ ഓടിച്ചുകൊണ്ട് വരാൻ നേരത്ത് സ്പീഡിൽ തന്നെ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉടക്കൊടിച്ച് വയർ റോപ്പും കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോട്ടെ. അപ്പോൾ അത്രയും റിസ്ക്കാണ്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബമ്പറാണ്. പിന്നെ ഈ പാറയുടെ അടുത്തൊക്കെ ഇട്ട് വലിക്കും. അങ്ങനെയൊക്കെ എടുത്ത് വലിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഊളാവൊക്കെ കൂട്ടത്തോടെ കയറണം, അതുപോലെ ഈ വറ്റ കൂട്ടത്തോടെ കയറണം. പാരുമീനുകൾ ഇഷ്ടംപോലെ നമുക്ക് കൂട്ടത്തോടെ കിട്ടും. കാരണം ഈ പാറനെ ചുറ്റിപ്പറ്റിയായിരിക്കുള്ളൂ ഇഷ്ടംപോലെ നല്ല ടേസ്റ്റുള്ള മീനുകളെല്ലാം നിൽക്കുന്നത്, വിലയുള്ള മീനുകൾ. അപ്പോൾ ആ റിസ്ക് എടുത്താൽ നമുക്ക് ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. ഓരോ ഭാഗ്യമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഊളാവാണ്ട് ഈ കാണുന്ന ഊളാവ് കുറച്ച് കിട്ടിയുള്ളൂ ഊളാവ്. പിന്നെ അതുപോലെ കൂന്തലുണ്ട്. പിന്നെ 2 ബോക്സ് എന്ന് പറയാൻ പറ്റില്ല, അര ബോക്സ് 3/4 ബോക്സോളം നെയ്മീൻ, പിന്നെ കുറച്ച് അയില, വലിയ സ്ക്വിഡ്, അങ്ങനെ മാറി മാറിയാണ്ട് കിട്ടിയാണ്. എല്ലാ മീനെയും നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന് തന്നെ കടൽ വെള്ളത്തിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് സ്റ്റോറിലേക്ക് ഇറക്കുന്നത്. നൈറ്റ് വലിയില്ല കേട്ടോ, ഡേ മാത്രമേ നമ്മൾ വലിക്കണുള്ളൂ. അപ്പം നൈറ്റ് നമ്മൾ ആങ്കർ ഇട്ടിട്ട് രാവിലെ ഇനി വലിയിടുള്ളൂ. 8 മണിയായപ്പോഴേക്കും അവസാനത്തെ വലിയിട്ടിട്ട് ആങ്കർ വെള്ളത്തിലേക്ക് ഇടുകയാണ്. അതായത് ബോട്ടിൻ്റെ നങ്കൂരോട്ട് ഏകദേശം 100-150 കിലോ ബോട്ടിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നമ്മുടെ ആങ്കറിൻ്റെ വെയിറ്റ് വരുന്നത്. 150 കിലോ to 200 ആ ഒരു വെയിറ്റ് വരെയൊക്കെ നമുക്ക് അങ്ങോട്ട് പോകട്ടാം. മിനിമം 120 കിലോ ഒക്കെയാണ് നമ്മുടെ ബോട്ടിൻ്റെ ആങ്കറിൻ്റെ വെയിറ്റ് തന്നെ കേട്ടോ. എപ്പോഴും നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ആങ്കർ ഇട്ടേ കിടക്കാറുള്ളൂ കേട്ടോ. കാരണം എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കടലിൽ എപ്പോഴും ഒഴുക്കായിരിക്കുള്ളൂ. അപ്പോൾ ബോട്ട് എങ്ങോട്ട് ഒഴുകി പോകുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് കയറുന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കിടക്കാൻ നേരത്ത് നമ്മൾ ആങ്കർ ഇട്ട് കഴിഞ്ഞാൽ കിടക്കാറുള്ളൂ. ആങ്കർ റോപ്പെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കേണ്ട. ഇനി സ്രാങ്ക് ബോട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആങ്കർ കടലിലേക്ക് തട്ടിക്കൊള്ളാൻ പറയുമ്പോഴേക്കും നമ്മൾ നേരെ കടലിലേക്ക് ഇടോട്ടെ. ഇതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വെള്ളത്തിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ ആങ്കർ ഏറ്റവും അടിയിൽ പോയി മുട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ബോട്ട് വലിയുന്നതനുസരിച്ച് ഇതിൻ്റെ നാവുകളില്ലേ അടിഭാഗത്ത് കൂർത്ത് നിൽക്കണ ഭാഗം കണ്ട, അത് നേരെ മണ്ണിൽ പോയി കുത്തിക്കഴിയുമ്പോൾ ബോട്ട് വലിയുമ്പോൾ മണ്ണിലേക്ക് ഇങ്ങനെ ചൂഴ്ന്നിങ്ങനെ ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് നമ്മുടെ ബോട്ടിനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തണേട്ടാ. ആങ്കർ എല്ലാം വിട്ട് സെറ്റ് ചെയ്ത് നമ്മുടെ എഞ്ചിനെല്ലാം ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അതിനു മുമ്പേ നമ്മുടെ ജോമോൻ ചേട്ടൻ കുറച്ച് സ്ക്വിഡിനെ ഇരയൊക്കെ ഇട്ട് മീൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കടലിലേക്ക് ഇട്ടുകയുണ്ട. അപ്പോൾ എന്തെങ്കിലും കിട്ടോ ഇല്ലെന്നറിയില്ല, ചില സമയങ്ങളിലേക്ക് കിട്ടാറുണ്ട്.
രാത്രിയിലത്തേക്ക് കഴിക്കാൻ നല്ല ഗോതമ്പിൻ്റെ പുട്ടുണ്ട്, പിന്നെ കുറച്ച് ചോറ് നമ്മൾ കുക്കറിലിട്ടുണ്ട്. 3-4 പേര് ചോറാണ് കഴിക്കുന്നത് രാത്രി. അപ്പോൾ അവർക്ക് ചോറുണ്ട്, പിന്നെ ഗോതമ്പിൻ്റെ പുട്ടും സ്റ്റ്യൂ കറിയും വേണ്ട, വെജിറ്റബിൾ സ്റ്റ്യൂ ആണുള്ളത്. മീൻ കറിയും ഉണ്ട് കേട്ടോ, മീൻ കറി ഇല്ലാണ്ട് എന്ത്. അപ്പോൾ വെജിറ്റബിൾ സ്റ്റ്യൂ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞിട്ട് പിന്നെ മീൻ കറി ചോറ് കഴിക്കണവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പോൾ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുട്ടിൻ്റെ ഒപ്പം വിളമ്പുകയും ചെയ്യും കേട്ടോ. മീൻ കറി നോക്കി, നമ്മുടെ വലയിൽ ലാസ്റ്റത്തെ വലയിൽ കിട്ടിയ അയിലേണ്ട എടുത്തേക്കണം മീൻ കറിക്ക്. പിന്നെ വറ്റയും ചെറിയ വറ്റയും എടുത്തിട്ടുണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് എടുത്തേക്കണത്. ഫ്രഷ് മീൻ അതിൻ്റെ പേരില്ലേ ടേസ്റ്റ് അപാരം തന്നെയാണ്. നമുക്ക് പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമൊന്നുമില്ല, അത് കഴിച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണോട്. അപ്പോൾ രാത്രിയിലത്തെ ഗോതമ്പ് പുട്ടും പിന്നെ സ്റ്റ്യൂ കറിയും പിന്നെ മീൻ കറിയൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കുക കേട്ടോ. നോക്കി, കൊച്ചിക്ക് ഓപ്പോസിറ്റ് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ അധികം ഓടൊന്നുമില്ല, ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേ കുഞ്ഞച്ചേട്ടനുണ്ട്, എല്ലാവരും ബോട്ടിൻ്റെ അണിയത്തിരുന്നാണ്ട ഭക്ഷണം കഴിക്കുന്നത്. ഒരു 9:30-10 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് 4:30-4:45 എണീക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ആങ്കർ എടുത്തിട്ട് ഫസ്റ്റ് വല നമ്മൾ കടലിലേക്ക് തട്ടൂട. ആ പുള്ളിലും പുറത്തും കിച്ചണിലൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കേണ്ട. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് സിനിമ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ സമയത്തിരുന്നത് കാണുകയും ചെയ്യട്ടെ. വെളുപ്പിന് ഒരു 4:30-4:45 ആയപ്പോഴേക്കും ഞങ്ങൾ ആങ്കർ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ആങ്കർ ഇതുപോലെ കപ്പിയിൽ കൊളുത്ത് റോപ്പ് വലിച്ചിട്ട് നമ്മുടെ വീഞ്ചിനകത്ത് ലോഡ് ചെയ്താണ് ആങ്കർ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കണേട്ടാ. ആദ്യം തന്നെ ആങ്കർ എടുക്കുന്നതിന് മുമ്പേ അത് കുടുങ്ങി കിടക്കുകയായിരിക്കുള്ള. ഓപ്പോസിറ്റ് ബോട്ട് അതിനെ പൊട്ടിച്ചിട്ട് ശേഷമാണ് നമ്മൾ ആങ്കറിനെ പൊക്കിയെടുക്കുന്നത്. ചില സമയങ്ങളിൽ ആങ്കർ റോപ്പ് പങ്കേമൊക്കെ കുടുങ്ങി ആങ്കർ കട്ടായി പോകാറൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റും കോളും ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ കൂടുതലും സംഭവിക്കുന്നത്. കാരണം നമുക്ക് ബോട്ടിനെ പിടിച്ചോടുത്ത് നിർത്താൻ പറ്റത്തില്ല, ഒരുപാട് പണിയായിരിക്കുള്ളൂ കാറ്റൊക്കെ വരുമ്പോൾ. അങ്ങനെ അത് ആങ്കർ പൊക്കിയെടുത്തിട്ട് നമ്മുടെ സൈഡിൽ തന്നെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം എപ്പം ഇനി ആവശ്യം വന്നെ അപ്പോൾ ഈ കെട്ടഴിച്ച് നേരെ വെള്ളത്തിലേക്ക് ഇട്ടാൽ മതിയില്ല. ഇനിയിപ്പോൾ കരക്കോടി പോകുമ്പോൾ ആങ്കർ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറ്റുള്ളൂ. 5:30 ആയപ്പോഴേക്കും നമ്മൾ വലയിട്ട് ഇനി ഒരു 8 മണിയാകുമ്പോൾ വല എടുക്കോട്ടെ. വല വലിച്ചുകൊണ്ടിരിക്കുന്നത് തലേ ദിവസം ചെറിയ കാറ്റും മഴയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ചെറിയൊരു റോളിങ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ട് കേട്ടോ. കരയിൽ നല്ല മഴയാണെന്നാണ് അറിഞ്ഞത്. നമ്മൾ വയർലെസ്സിലൂടെ അറിഞ്ഞ് കരയിൽ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ടെന്നാണ് പറഞ്ഞത്. കടലിൽ പക്ഷേ അത്രയും ആഘാതമില്ലെങ്കിൽ പോലും എന്നാലും ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോളിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പടിഞ്ഞാറൻ ഭാഗത്ത് നല്ല കാറ്റും കോളും മഴയൊക്കെയാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ എഫക്റ്റാണ് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബോട്ടിൽ നമുക്ക് 6 മണി 6:30 ആകുമ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം കഴിക്കട്ടെ. എല്ലാവരും ബോട്ടിൻ്റെ മുൻഭാഗത്ത് അതായത് അണിയത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കേണ്ട. 8 മണിയായില്ല, അതിന് മുന്നേ സ്രാങ്ക് വല പിടിച്ചോളാനായിട്ട് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ, നമ്മുടെ വലയിനകത്ത് ഊളാവ് കയറിയിട്ടുണ്ട്. കാരണം സ്രാങ്കിന് എക്കോ സൗണ്ടറിലൂടെ നോക്കാൻ നേരത്ത് കാണാൻ പറ്റും എന്ത് മീനാണ്. ചെറിയൊരു മാർക്കിങ് പോലെ എക്കോ സൗണ്ടറിൽ കാണിക്കും. അങ്ങനെ ഒരു മീൻകൂട്ടത്തിൻ്റെ മാർക്കിങ് കാണിച്ചെന്ന് പുള്ളിക്കാരന് തോന്നിയതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ അപ്പം തന്നെ വല എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്രാങ്കിൻ്റെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്രാങ്കാണ് ഈ പറഞ്ഞ എല്ലാവരെയും നിയന്ത്രിക്കുകയും പിടിക്കുകയെല്ലാം ചെയ്യുന്നത്. പുള്ളിക്കാരൻ അറിയാൻ പറ്റും ഈ വലയിൽ മീനുണ്ടായില്ലേ എന്നൊക്കെ. നമ്മുടെ ഈ ഫ്ലോട്ട് ഉൾപ്പെടെ പൊന്തി വന്നതനുസരിച്ച് പണിക്കാർക്കും അതുപോലെ സ്രാങ്കിനെല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇത് വെയിറ്റുള്ള മീനായതിൻ്റെ പേരിൽ വല നേരെ അടിയിലേക്ക് പോയിക്കണേ ഈ കാണുന്നത് കണ്ട. ഊളാവാണേ ഊളാവ്, നമ്മുടെ ബാറക്കൂടാന്ന് പറയട്ടെ, അതാണ് കയറിയിരിക്കണത്. കല്ലിൻ്റെ അടുത്താണ് നമ്മൾ വലിച്ചേട്ടാ. അപ്പോൾ അതെ കപ്പയിൽ പൊക്കിയെടുത്ത് പൊട്ടിച്ചിരുന്നൊരു കാഴ്ച നിങ്ങൾ കണ്ടോട്ടെ. കുറച്ച് പൊക്കരുത്, ചരക്ക് പൊക്കരുത്. മുളക് അവിടെ കൂട്ടി മാണ്ട പിടി ചെയ്തില്ല. മോൾക്കാലേക്ക് മീൻ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന് തന്നെ ഉപ്പുവെള്ളത്തിൽ കഴുകോട്ടെ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഊളാവാണ്ട കിട്ടിയാണ്. നന്നായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടുക്കുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരഞ്ഞ് വേറെ എന്തെങ്കിലും മീനുണ്ടാകുന്നൊക്കെ നോക്കിയാണ്. സ്രാങ്ക് വന്ന് നോക്കാൻ നേരത്ത് സ്രാങ്കിന് ഒറ്റയടിക്ക് മനസ്സിലാവും ഇത്രയും മീൻ കാണാൻ നേരത്ത് ഏകദേശം എത്ര ബോക്സോളം കിട്ടും, നമുക്ക് ചിലവിനുള്ള പണി കിട്ടിയിട്ടുണ്ടാ.
ഇനിയും വലിക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന സ്രാങ്ങാണ്ട. ഇപ്പം നിലവിൽ നമുക്ക് ചിലവിനുള്ള പണിയുണ്ട്. കാരണം ഇത് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പണിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാട്ടെ. ആദ്യത്തെ വലക്ക് തന്നെ നമുക്ക് അടിപൊളി ഊളാവ് പണി നടന്നിട്ടുണ്ട്. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും മീനെ ഓരോരോ ബോക്സിലേക്ക് തരംതിരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അധികം വെറൈറ്റി ടൈപ്പ് ഓഫ് മീനുകളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഉള്ള ഊളാവിനെ തന്നെയാണ് ബോക്സിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ മീൻ ഏറ്റവും കൂടുതൽ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ ഓരോരോ സ്ഥലങ്ങളിലേക്ക്, തൂത്തുക്കുടി അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് മെയിനായിട്ട് പോകുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട മീനുകളിലൊന്നാണ്ട് നമ്മുടെ യൂളാവ്, ശീലാവ്, അങ്ങനത്തെ ഈ കല്ലുമ്മേലൊക്കെ നിൽക്കണ ഒരുപാട് മീനുകൾ. അപ്പോൾ ഇപ്പം നിലവിൽ പല സ്ഥലങ്ങളിലായിട്ട് ട്രോളിങ് നിരോധനമാണ് തമിഴ്നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഈ യൂളാവൊക്കെ കിട്ടാൻ നേരത്ത് അത്യാവശ്യം നല്ല വിലയാണ് നമുക്ക് ഈ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അടുത്ത മാസം കേരളത്തിലും ട്രോളിങ് നിരോധനം തുടങ്ങാൻ നേരത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും മീൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. തൂത്തുക്കുടി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇപ്പം നിലവിൽ ട്രോളിങ് നിരോധനമാണ്. നമ്മുടെ ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ കഴിയും. അങ്ങനെയുണ്ട് വ്യത്യാസം. വലയേക്കേറിയ ഊളാവില്ലേ, അതായത് ബാറക്കൂട, അതൊരു കൂട്ടമായിട്ടായിരിക്കും എപ്പോഴും സഞ്ചരിക്കാറുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടം വേറെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പോൾ സ്രാങ്ക് കുറച്ച് ബോട്ട് മാറ്റിയിട്ട് വീണ്ടും അടുത്ത വല നമ്മൾ നേരെ കടലിലേക്ക് തട്ടിയിട്ടുണ്ട്. ഉച്ചക്കലത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഊളാവിനേലും ഇഷ്ടം എനിക്ക് നെയ്മീനാണ്. നെയ്മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നെയ്മീനല്ല, നമുക്കൊരു മീഡിയം സൈസ് നെയ്മീൻ കിട്ടി. അതിനെ നമ്മളിവിടെ അറക്ക ചെമ്പാൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിനതേ നമ്മുടെ വിൽസനളിയൻ ഉച്ചക്കലത്തേക്ക് വേണ്ടി വെട്ടിക്കണ്ടിച്ച് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ മഴയില്ല. നല്ല ചൂടാണ്. ചൂടിൽ നിന്നൊരു ശമനം കിട്ടാനായിട്ട് കുറച്ച് തണ്ണിമത്തനൊക്കെ നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൽ ഇരിക്കണ്ടായി. അപ്പോൾ അതെല്ലാം വെട്ടിക്കണ്ടിച്ച് എല്ലാവർക്കും കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അളിയൻ മീൻ വെട്ടലും കഴിഞ്ഞ് നമ്മളിത് ഈ മീൻ ഇന്ന് വറക്കാനായിട്ടാണ് പോണത്. കറിയല്ല വെക്കണത്, നെയ്മീൻ വറുത്തതും അതുപോലെ തന്നെ രസം. അതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള വിഭവം. നമ്മുടെ ഈ ബോട്ടിൽ 2 കുക്കിംഗ് മാസ്റ്റേഴ്സാണുള്ളത്. ഒരാൾ മീൻ വെട്ടാനാണെന്നുണ്ടെങ്കിൽ ഒരാൾ കറി വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ആൻറ്റിച്ചേട്ടൻ്റെ മീൻ ആവശ്യമായിട്ടുള്ള വറക്കാനുള്ള മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മുളക് പൊടി, ഇത്രയുള്ളൂട്ട്. വേറെ അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ മസാല. പിന്നെ മീനിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സാണ് ഈ മീൻ അത്രയും ടേസ്റ്റി ആക്കണത്. മസാല എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിലേക്ക് ഇത് പിടിപ്പിക്കാൻ വരട്ടെ അങ്ങോട്ട്. സമയം രാവിലെ 9:30-10 മണി ആവണുള്ളൂട്ടാ. അപ്പോൾ രാവിലെ തന്നെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയെല്ലാം ചെയ്ത് നമ്മൾ എളുപ്പത്തിന് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കണേണ്ട. അപ്പോൾ ഈ മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് ഇരുന്നുള്ളൂ മീനിൽ. ഇത് ഉച്ചക്കലത്തേക്ക് 1 മണിക്കലത്തേക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡിനാണ്ടാണ് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണത്. ട്രോളിംഗ് ബോട്ടിൽ പോകുമ്പോഴുള്ള പ്രത്യേകതയാണ്, വലയിട്ട് കഴിഞ്ഞ് വേറെ പണികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങി അല്ലെങ്കിൽ സിനിമ കാണുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. വീൽ ഹൗസിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതുപോലെയാണ് കിടന്നുറങ്ങണേ കേട്ടോ. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നമ്മുടെ മീൻ വറുത്തുകൊണ്ടിരിക്കണേണ് ഈ കാണുന്നത്. നല്ല അടിപൊളി നെയ്മീൻ വറുത്തതും പിന്നെ രസം. വല വലിച്ചുകൊണ്ടിരിക്കേണ്ട, ബോട്ടിങ്ങനെ ആടി 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 പയ്യെ ഇങ്ങനെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള റഫൊന്നും പറയാൻ പറ്റില്ല. കരയിൽ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷേ കടലിൽ അങ്ങനെ അത്ര രീതിയിലുള്ള മഴയൊന്നും ഉണ്ടായില്ല. ഇത് നോക്കിയാൽ നമ്മുടെ മീൻ വറുത്ത് നല്ല മുരുമുരാന്നും പറഞ്ഞ് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോറും കൂട്ടി കഴിക്കാനായിട്ടുണ്ടല്ല, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്ത് വെക്കുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വന്നുണ്ട്. അപ്പോൾ ബെന്നിച്ചനും ഞാനും കൂടി ചെറുതായിട്ട് ഓരോ പീസൊക്കെ എടുത്ത് അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും എണ്ണമുണ്ട്. അതുകൊണ്ട് അധികം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് തികഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ച് ഞങ്ങൾ എടുത്തില്ല കേട്ടോ അതിൽ നിന്ന് കൈയിട്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ അടുത്ത സെറ്റ് മീൻ വറക്കാനായിട്ട് ഇത് ചട്ടിയിലേക്ക് ഇടണേണ് ഈ കാണുന്നത്. എണ്ണ എത്താത്ത സ്ഥലങ്ങളിൽ അടിക്ക് പിടിക്കുമെന്നുള്ള പേടിയും വേണ്ട. ബോട്ടിങ്ങനെ ആടിക്കൊണ്ടിരിക്കണതിൻ്റെ പേരിൽ അതനുസരിച്ച് എണ്ണയും ഇങ്ങനെ ഫുള്ളിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഒരു 12 മണിയായപ്പോഴേക്കും നമ്മളിത് 2ാമത്തെ വല ബോട്ടിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങിയിട്ട്. അങ്ങനെ ഇവിടെ മീൻ വറുത്തതും റെഡിയായി കഴിഞ്ഞിട്ട് ഇനി വല വലിച്ച് കയറ്റി ചരക്ക് പൊട്ടിച്ച് തിരിഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാട്ടെ. ശരിക്കും നമ്മുടെ ഈ ഒരു വീഞ്ചിന് ഒരു 70% പങ്ക് നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ടിലുണ്ട്. കാരണം വലനെ ഇറക്കാനും വലനെ കയറ്റാനും എല്ലാം സഹായിക്കുന്ന ഈ വീഞ്ചാണ്. ബോട്ടിൻ്റെ എൻജിൻ എത്രത്തോളം പ്രധാനമാണ് അതുപോലെ തന്നെയുണ്ട് വീഞ്ചുണ്ടെങ്കിലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ വലയുടെ കോടൻ്റെ ഇതേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് നേരെ ബോട്ടിലേക്ക് പൊക്കി നമ്മൾ കയറ്റാൻ പോയിണ്. ബോട്ടിലേക്ക് കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കപ്പി കൊളുത്തിയിട്ട് നേരെ വീഞ്ചിൽ കറക്കിയാണ്, റോപ്പ് കറക്കിയാണ്ട് എടുക്കണത്.
ഇങ്ങനെയാണ് കടലിലെ പണി കേട്ടോ. രാവിലത്തെ വലയിൽ ഒരു പുള്ളി നിറയെ മീൻ കിട്ടി, അതും പ്രതീക്ഷിച്ച് നമ്മൾ കുറച്ച് മാറി വേറെ സ്ഥലത്ത് വലയിട്ട്, പക്ഷെ കിട്ടിയത് ഇങ്ങനെയുണ്ട്. അതിങ്ങനെ മാറിയും വന്നൊക്കെ ഇരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വലയിൽ കൂടുതലും കിട്ടിയാണ് നമുക്ക് അറക്കൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അയിലാണ്, വങ്കട, അയില, അങ്ങനത്തെ കുറച്ച് വറ്റ, അങ്ങനെ മിക്സഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. കടലിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല മീനുകളുണ്ട്. അതിലൊരു 3-4 നമുക്കിത് ഈ വലയിൽ കിട്ടിയിട്ടാണ്. കാരണം നമ്മൾ പാറയുടെ മുകളിലാണ് വലിക്കണതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ വലയിനകത്തുണ്ട്. അതിലോരോന്നിനും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാട്ടെ. ആദ്യം തന്നെ കാണുന്ന ഈ മീൻ നോക്കി, ഇതാണ് നമ്മുടെ മോറിഷ് ഐഡൽ എന്ന് പറയുന്ന ഒരു മീനാണ്. പവിഴപ്പുറ്റുകളുടെയും അതുപോലെ പാറകളുടെ ഇടയിലാണ് ഇത് കൂടുതലായും കണ്ടുവന്നത്. അധികം ഡീപ്പ് സീലൊന്നും ഉണ്ടാവില്ല, നമ്മുടെ കരഭാഗത്ത് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വലയിൽ ജീവനോടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് അലങ്കാര മത്സ്യത്തിൻ്റെ ഒരു കൂട്ടത്തിൽ പെട്ടാണ്ട് നേരെ തിരിച്ച് കടലിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്ത മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് മീനാണ്ട് നോക്കി. ഇതിനെ നമ്മൾ ഗോൾഡൻ ട്രിവേലി എന്ന് പറയും, അതായത് സ്വർണ്ണ വറ്റാന്ന് പറയും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിപ്പമൊന്നും വെക്കില്ല. ഈ ഒരു വലിപ്പത്തിന് മേളിൽ അങ്ങനെ പോയി കണ്ടിട്ടില്ല കേട്ടോ. കൂടുതലും പടിഞ്ഞാറൻ കടലിലും അതുപോലെ കരക്കടലിലൊക്കെ കാണാൻ പറ്റും ഇതിനെ. പൈലറ്റ് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. കാരണം ഇത് വലിയ മീനുകളുടെ മുമ്പിലും ഒപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. എസ്പെഷ്യലി ഷാർക്ക്, അതുപോലെ ഈ വലിയ ഗ്രൂപ്പർ ഫിഷുകളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട്. ഇത് നോക്കിയൊരു ക്യൂട്ട് കുട്ടൻ, ഇതാണ് നമ്മുടെ യെല്ലോ ബോക്സ് ഫിഷ് എന്ന് പറയും കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ പാറയമേക്കാണ് കൂടുതൽ തന്നെ. ചുണ്ടൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആള് കുഞ്ഞനാണെന്നുണ്ടെങ്കിലും കയ്യിലിരിപ്പ് വലുതാണ്ട. മറ്റുള്ള മീനുകൾ ഇതിനെ ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ശരീരത്തിൽ നിന്ന് കഫം പോലുള്ളൊരു മ്യൂക്കസ്, ഓസ്ട്രാസിറ്റോക്സിൻ എന്നറിയപ്പെടുന്ന ഈ സംഭവം ഇത് പുറത്തേക്ക് വിടാൻ നേരത്ത് ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ മീനുകളും ചത്തുപോട്ടെ. അതുപോലെ ഈ മീനിന്റെ ഷേപ്പ് നോക്കി ഒരു ക്യൂബ് ഷേപ്പാണ്ട് ഈ മീൻ മേത്ത് നിറച്ചും ആ ഒരു ബ്ലാക്ക് ഡോട്ടും വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വേറൊരു കളർ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ കളർ ഞാൻ ആദ്യമായിട്ടാണ്. നേരെ നമുക്ക് കടലിലേക്ക് വിട്ടേക്കാം. ചെറുപ്പത്തിലെല്ലാവരും മീൻ വളർത്തിയുണ്ടാവും നമ്മൾ അക്വേറിയത്തിൽ. അതിലൊരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ഷേപ്പുള്ളൊരു മീനാണ് നമ്മുടെ ഏഞ്ചൽ ഫിഷ് കേട്ടോ. അതിലിത് കടലിലെ ഒരു ഏഞ്ചൽ ഫിഷിനെ കണ്ടിട്ടുണ്ട്. ഇതാണ് യെല്ലോ ടെയിൽ ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്ന ഒന്നാണ്ട. കടലിൽ കാണുന്നതാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഇപ്പോൾ കാണിച്ച എല്ലാ മീനുകളും ഈ പാറയും അതുപോലെ ഈ പവിഴപ്പുറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതൊന്നും കഴിക്കത്തില്ല. ഓർണമെന്റൽ ഫിഷസിന്റെ ആ ഒരു കാറ്റഗറിയിൽ തന്നെയുണ്ട് ഈ മീനുകളൊക്കെ. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റടിക്ക് കാണാൻ നേരത്ത് നെയ്യപ്പം പോലെ ഉണ്ടല്ലേ. നെയ്യപ്പോലടാ, ഇതാണ് ഫ്രോഗ് ഫിഷിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരു മീനാണ്. കറക്റ്റ് പേരെന്താണെന്ന് എനിക്കും വലിയ പിടുത്തൂല. ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇതിനെ പറയണം. മാക്രി എന്ന് പറയും, അതുപോലെ തവള മീൻ എന്നൊക്കെ പറയും. പല പേരുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു വികൃതമായിട്ടുള്ള ഒരു രൂപമാണ്. പിന്നെ അതുപോലെ ചെറിയ കുഞ്ഞി കണ്ണുകളാണ്. ഈ മീൻ കടലിൻ്റെ അടിത്തട്ടിൽ നടക്കുകയും നീന്തുകയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും കഴിക്കില്ല. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് കളയാണ്. ചില സമയങ്ങളിൽ വള്ളത്തിന് എടുക്കുമ്പോൾ ഈ മീനും കയറാറുണ്ട്. ജീവനുണ്ട് ഇതിന്, പക്ഷേ ജീവനുള്ള സാധനത്തിനെ നമ്മൾ എടുക്കരുതല്ല. നമുക്ക് ആവശ്യമില്ലാത്തതിനാ നേരെ തിരിച്ച് കടലിലേക്ക് തന്നെ കളഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ, കണ്ണിൻ്റെ കാഴ്ചയുടെ സ്റ്റേ ചെയ്യണേണ്ട. ആർക്കൊക്കെ എന്തെങ്കിലും അവിടെ അറ്റത്ത് ബോട്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും കാണണ്ട. മീനെല്ലാം തിരിഞ്ഞ് നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങിയിട്ടാ. സ്റ്റോർ റൂമിലെ കാഴ്ചകളൊക്കെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കാത്തേട്ടാ. 1.5 മണിയോളമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ആൻറ്റിച്ചേട്ടൻ ഇവിടെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാണുന്നത്. അളിയൻ്റെ ഇവിടെ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. രസവും മീൻ വറുത്തതും കൂടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ചൂട് ചോറും പിന്നെ രസവും നെയ്മീൻ വറുത്തതെല്ലാം കൂട്ടി നമുക്കൊരു പിടി അങ്ങോട്ട് പിടിച്ചാൽ ഈ ബോട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ സമയം കൊണ്ട് ഭക്ഷണം കഴിക്കണം. ഒട്ടുമിക്ക ബോട്ടുകളിലും ചോറ് വെച്ചിട്ടുണ്ടാവും, കറി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ തന്നെ എടുത്ത് കഴിക്കണം. പക്ഷേ ഇങ്ങനെ കഴിക്കണതിൻ്റെ ആ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വേറെ ഉണ്ട്. അപ്പോൾ അതെ, അളിയൻ എല്ലാവർക്കും രസം വിളമ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഈ കാണുന്ന അതിൻ്റെ പുറകിൽ നല്ല മീൻ വറുത്തത്. അങ്ങനെ ഫുഡെല്ലാം വിളമ്പി 4 പീസ് മീൻ വറുത്തതും നല്ല കിടിലൻ കിടുക്കാച്ചി രസവും. അങ്ങനെ ബോട്ടിൻ്റെ അണിയത്തും അമരത്തും പിന്നെ ബോട്ടിൻ്റെ വീൽ ഹൗസിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെയിലില്ല, പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് സ്രാങ്ക് ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. മീൻകറി സ്രാങ്ക്. നമ്മുടെ സ്രാങ്കിന് തല പിടിച്ചൊരു കടി കടിക്കാനായിട്ട് ഞാൻ പറയണം. പുള്ളിക്കാരൻ അപ്പം നാണം വന്നിട്ടാ. പുന്നച്ചേട്ടനും ബെന്നിച്ചനൊക്കെ അതേ ബോട്ടിൻ്റെ അമരത്ത് വന്നിരിക്കുന്നുണ്ട്. അതുപോലെ ചോപ്പും പിന്നെ നമ്മുടെ സജ്ജനും കൂടി ഇരിക്കുന്നുണ്ട്. വെയിലില്ലാത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. നല്ല അടിപൊളി മീൻ വറുത്തെടുത്തിട്ട് ഒരു കടി അങ്ങോട്ട് കടിക്കുക. നോക്കി, ആഹാ, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. അതുവരെ ടാറ്റാ.